സതീശന്റെ വ്യാജത്തരം അംഗീകരിച്ചില്ലെങ്കിൽ കോടതിയെപ്പോലും അധിക്ഷേപിക്കും. കേരളത്തിൽ ഇന്ന് വിവാദമാകാതെ പോയ സതീശന്റെ ഒരു പ്രതികരണം. ഹൈക്കോടതി ജഡ്ജിയെ വായി തോന്നിയത് പറയുന്നവൻ എന്ന് സതീശൻ അധിക്ഷേപിച്ചിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. അല്ല അത് കഴിഞ്ഞിട്ട് എന്ന് കഴിഞ്ഞിട്ട് ഫയലിൽ സ്വീകരിച്ചല്ലോ പബ്ലിസിറ്റി ആണെങ്കിൽ ഫയലിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ സതീശനും പ്രതിപക്ഷവും ഉയർത്തിയ സ്പ്രിംഗ്ലർ കേസ് അടുത്ത ദിവസം ഹൈക്കോടതി എടുത്ത് ചവറ്റുകുട്ടയിലെറിഞ്ഞു. അതിനു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ സതീശനോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, ഇത് ആദ്യത്തെ സംഭവമല്ല. ഇപ്പോൾ സ്പ്രിംഗ്ലർ, നേരത്തെ കെ ഫോൺ കേസ് ആയിക്കോട്ടെ, AI കേസ് ആയിക്കോട്ടെ, പലതും കോടതികളിൽ എത്തിയപ്പോൾ ജഡ്ജിമാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പബ്ലിസിറ്റി താല്പര്യത്തിലാണോ ഹർജിയുമായിട്ട് വരുന്നതെന്ന്. ആ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനെന്ന തമ്പുരാനെ വിമർശിക്കാൻ ജഡ്ജി ആരാണ്, വായി തോന്നിയവൻ എന്നൊരു ഹൈക്കോടതി ജഡ്ജിയെ അധിക്ഷേപിച്ചിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് എന്തുകൊണ്ട് വിവാദമാക്കിയില്ല എന്ന് നാട് ചിന്തിക്കണം. അല്ല അത് കഴിഞ്ഞിട്ട് എന്ന് കഴിഞ്ഞിട്ട് ഫയലിൽ സ്വീകരിച്ചല്ലോ പബ്ലിസിറ്റി ആണെങ്കിൽ ഫയലിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ തനിക്കെതിരെ വിമർശിച്ചാൽ ജഡ്ജിയെ പോലും അധിക്ഷേപിക്കും. ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയെ, മന്ത്രി ശിവൻകുട്ടിയെ തുടങ്ങി പലരെയും വിവരദോഷി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഹൈക്കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർ എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തരുന്ന നുണകൾ അതേപടി അംഗീകരിച്ചില്ലെങ്കിൽ അത് ഏതോ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നവനായി മാറും. ഇത് നമ്മുടെ നാട്ടിൽ അഹങ്കാരമല്ല, ധിക്കാരമല്ല. ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരാണ് ഇങ്ങനെ ഒരു പരാമർശം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഉന്നയിച്ചതെങ്കിൽ ഇന്ന് എന്തോരം വിവാദമായെന്നെ. സതീശൻ മാസപ്പടി മുതലാളിമാർക്ക് കൊടുക്കുന്നത് കൊണ്ടും അതിൻ്റെ ഒരു വിഹിതം വാങ്ങി നക്കുന്നത് കൊണ്ടും കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും ഇതൊന്നും വിവാദമല്ല. സതീശൻ ആരെയും അധിക്ഷേപിക്കാം, ജഡ്ജിമാരെ വേണമെങ്കിലും എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം. കാര്യം കോടതികളെക്കാൾ മുകളിലാണ് ഇപ്പോൾ സതീശൻ എന്നത് കേരളത്തിലെ നിയമങ്ങൾക്കൊന്നും അതീതനല്ല. പ്രതിപക്ഷ നേതാവെന്നാൽ കേരളത്തിലെ സകല സംവിധാനങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതരം തമ്പ്രാനാണ്. തമ്പ്രാന് പ്രത്യേകിച്ച് കോടതിയില്ല. കോടതികൾക്ക് പോലും തമ്പ്രാനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ രാജ്യത്ത് ഞാൻ പറയുന്നതാണ് നിയമം.